ഹലോ ഹായ്. നമുക്കിന്ന് കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്തു വെച്ചതാണേ. ഇപ്പോഴാണ് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ തോന്നിയത്. അപ്പം നമ്മളിങ്ങനെ ഒരേ ഷേപ്പിൽ, അതായത് സ്ക്വയർ ഷേപ്പിൽ, ഞാനൊരു 5 സെൻറ്റിമീറ്ററിലാണ് എടുത്തേക്കുന്നത്. എല്ലാ സൈഡും ഒരുപോലെ എടുത്ത് ഇങ്ങനെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മളതൊന്ന് മടക്കി കൊടുക്കണം. അത് കറക്റ്റാക്കി തന്നെ നമ്മളൊന്ന് ചെയ്യണേ. എന്നിട്ട് അതൊന്ന് നമ്മൾ കറക്റ്റാക്കി എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലോണം ഒന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നോക്കൂ, ഇതുപോലെ നമ്മൾ നല്ലതായിട്ട് ആ സൈഡൊക്കെ എൻ്റെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ഇപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യണത് ആ ഒരു സൈഡ് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മടക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലെ നമ്മൾ പതിയെ അത് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ ആ ഫ്ലവറിന് നല്ലൊരു ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല ഭംഗിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഒരുപാട് മറ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം ഈ ഫ്ലവർ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും നോക്കൂ, ഇങ്ങനെ അത് ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളത് നിവർത്തി. അപ്പോൾ സെൻറ്ററിൽ കണ്ട ഒരു ലൈൻ പോലെ വന്നു. അപ്പോൾ എന്നിട്ട് ഈ സൈഡ് നമ്മളിങ്ങനെ പതിയെ ഇപ്പുറ സൈഡിലേക്ക് അങ്ങനെ മുട്ടിച്ച് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്ത് അങ്ങനെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ നല്ല ഭംഗിയായിട്ട് ഇത് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാറുണ്ട് ഈ ഫ്ലവർ. ഇനി നമുക്ക് ഇപ്പോഴത്തെ സൈഡൂടെ ഒന്ന് അതുപോലെ തന്നെ മടക്കിയെടുക്കാം ഇപ്പുറേക്ക്. അത് പറഞ്ഞതുപോലെ നമ്മൾ ആ തുമ്പ് കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ആ പോയിൻ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അത് എങ്കിലേ നമുക്കത് കറക്റ്റ് അതിൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നോക്കൂ, കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമുക്ക് ആ പേപ്പർ വന്നിട്ടുള്ളത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മളിത് പതിയെ ഇതിന് ഇനി ഒരു പേന എടുത്ത് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് എടുക്കുക. ഞാൻ ആദ്യം പെൻസിൽ കൊണ്ടാണ് ഔട്ട്ലൈൻ ചെയ്തത്. അപ്പോൾ അത് ആദ്യം എനിക്ക് റെഡിയായില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു പേന വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴാണ് അതൊന്ന് എനിക്ക് റെഡിയായി കിട്ടിയത്. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്കിതാ ഇങ്ങനെയാണ് വരിക. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ നോക്കൂ, ഇതുണ്ടോ, ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല, ശരിക്കും ഈസി തന്നെയാണ്. അത് നമ്മളിങ്ങനെ പതിയെ എല്ലാത്തിനും ഓപ്പൺ ചെയ്ത് പതിയെ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് കീറിപ്പോവാതെ വേണം നമ്മൾ പതിയെ അത് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പം തന്നെ ചെറിയൊരു ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ വന്നില്ലേ? ഇപ്പം തന്നെ അതൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇതിൻ്റെ ഭംഗി കൂട്ടാം, കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാൻ പറ്റും നമുക്കിത്. അപ്പം ഈ ഫ്ലവർ ഇങ്ങനെ അതിന് ശേഷം അതിൻ്റെ ആ സെൻറ്റർ പോർഷൻ ഞാൻ കാണിച്ചില്ലേ, അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു ലീഫിൽ കുറച്ച് ഫെവിക്കോൾ, എന്ത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും ഞാൻ കുറച്ച് കൂടിപ്പോയി, അത്രയൊന്നും വേണ്ട. കുറച്ച് ഫെവിക്കോൾ വയ്ക്കുക. എന്നിട്ട് ഫെവിക്കോളോ എന്ത് പശ വേണമെങ്കിലും, ഗ്ലൂ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് അടുത്തിരിക്കുന്ന പെറ്റൽ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് വയ്ക്കുക. അതിൽ ഒട്ടിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. നല്ല പ്രസ് ചെയ്ത് അതിൽ നിന്ന് പോരാത്ത രീതിയിൽ വേണം നമ്മളതിൽ അത് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൻ്റെ രൂപത്തിൽ നമുക്ക് കുറച്ചുകൂടി ഒരു മാറ്റം വരും. ഇനി നമുക്കൊന്നുകൂടി ചെറുതായിട്ട് ഒരു പേന വെച്ചിട്ട് പെറ്റൽസിൻ്റെ എല്ലാം മേൽഭാഗം ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പേനയോ പെൻസിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് അതൊന്ന് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് വരാൻ പാകത്തിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ ശരിക്കും. അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലവർ ആവും. അതുകൂടാതെ നമുക്കൊരു ചെറിയ ഇതുകൂടെ അതിൽ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി അങ്ങനെ ചെയ്ത് ഞാൻ എല്ലാ പെറ്റൽസും അങ്ങനെ തന്നെ എൻ്റെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ തന്നെ ഒരു ഫ്ലവറിൻ്റെ നല്ല ഷേപ്പ് ഉണ്ടല്ലോ. ഇനി നമുക്കതിൻ്റെ ഉള്ളിലൊരു ചെറിയ ബഡ്സ് വെച്ച് കൊടുക്കാം. ഒരു ബീഡ്സാണ്, ചെറിയ ബീഡ്സാണ് ഞാൻ വെക്കുന്നത്. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വെള്ളം വെക്കാം കേട്ടോ, ഒരു ഭംഗിക്ക് അതിൻ്റെ ഉള്ളിൽ ബീഡ്സോ അല്ലെങ്കിൽ ചെറിയ
കല്ലുകളോ അങ്ങനെ എന്ത് വേണേലും വെക്കാം കേട്ടോ, ചെറിയ ചെറിയ സാധനങ്ങൾ. അപ്പോൾ എന്നിട്ട് ഞാൻ ചെറുതായിട്ട് അതിൽ പശയാക്കിയിട്ട് ആ ബീഡ്സ് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. ആ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയില്ലേ? എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നോക്കൂ, ഇതുപോലുള്ള ഫ്ലവേഴ്സ് പല കളേഴ്സിൽ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ബൈ.